iPhone 17 വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഒരു മിനിറ്റ് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു മാസം iPhone 17 യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. യൂഷ്വലി നമ്മളെല്ലാവരും ഫോണൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ യൂട്യൂബിനെയാണ് ആശ്രയിക്കാറ്. യൂട്യൂബിൽ ഈ ടെക് വീഡിയോസൊക്കെ ചെയ്യുന്ന പലരുടെയും റിവ്യൂ നോക്കി നമ്മൾ ഓരോ ഫോണിനെയും വിലയിരുത്താറുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സോഫ്റ്റ്വെയർ അതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡും അറിഞ്ഞ ശേഷമാണ് നമ്മളെല്ലാവരും ഫോൺ വാങ്ങാറ്. ഞാനും അതുപോലെ ഈ ഐഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ 17 സീരീസിൽ ഏതാണ് ബെറ്റർ എന്നും ബാക്കിയുള്ള മോഡൽസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കണ്ട ശേഷമാണ് ഐഫോൺ 17 ചൂസ് ചെയ്തത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട് ഫോണിന്, അതൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ചില നെഗറ്റീവ്സ് ഉണ്ട്, അതാരും അങ്ങനെ പറഞ്ഞു കേൾക്കാനില്ല. സോ ഒരു വാങ്ങി 1 മന്ത് യൂസ് ചെയ്ത കസ്റ്റമർ എന്ന രീതിയിൽ നമുക്കിതിനെ പറ്റി അതിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടി പറയാൻ തോന്നി. കാരണം ഒരുപാട് പേര് ഐഫോൺ 17 വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നല്ല ഈ 17 സീരീസിൽ ഏറ്റവും കൂടുതൽ സെല്ലിങ് നടക്കുന്നത് തന്നെ 17 വേണ്ടിയിട്ടായിരിക്കും. കാരണം അതിൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം. പിന്നെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂ 17 സീരീസിൽ വന്നിരിക്കുന്നതും ഈ ബേസ് മോഡലായ 17 തന്നെയാണ്. സോ എനിക്ക് തോന്നിയുള്ള കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഹീറ്റ് ഇഷ്യൂ, നല്ല രീതിക്ക് ഹീറ്റ് ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ക്യാമറ ആയാലും അല്ലെങ്കിൽ നോർമൽ യൂസ് ആണെങ്കിലും പെട്ടെന്ന് ഫോൺ ഹീറ്റാവുന്നൊരു പ്രോബ്ലം കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് AI ഫീച്ചേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് സെറ്റിങ്സ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. കാരണം പല സെറ്റിങ്സ് ഓപ്ഷൻസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്താ വെച്ചാൽ പല AI ഫീച്ചേഴ്സ് ആവശ്യമില്ലാത്തതും കുത്തി കയറ്റിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ച് ചേഞ്ച് ചെയ്യാൻ തന്നെ ഒരു സമയമെടുക്കും. അതുപോലെ ബാറ്ററിയാണ് മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത്. കാരണം മറ്റു സീരീസിനെ വെച്ച് നോക്കുമ്പോൾ 17 നല്ല രീതിക്ക് ബാറ്ററി ഡൗൺ ആണ്. അതായത് പെട്ടെന്ന് ചാർജ് തീരുന്നൊരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. സോ ഇങ്ങനെ ബേസിക്കായ ചില പ്രോബ്ലംസാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കോമൺ മാൻ ഐഫോൺ 17 യൂസ് ചെയ്തിട്ടുള്ള 1 മന്ത് ഹോണസ്റ്റ് റിവ്യൂ അത്രയേ ഉള്ളൂ. ഇതിലെനിക്ക് തോന്നിയ ചില മൈന്യൂട്ടായിട്ടുള്ള ഡ്രോബാക്സാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സോ ഇറ്റ്സ് മൈ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഐഫോൺ 17 നിന്ന് തോന്നിയിട്ടുണ്ടെന്ന് അറിയിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.